നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേയാട് കുണ്ടമൻകടവിന് സമീപം ശങ്കർനായർ റോഡിലാണ് ഈ ഒരു വീട് വരുന്നത്. അല്ല, റോഡ് സൈഡിൽ തന്നെയാണ് വീടെല്ലാം പണിയിപ്പിച്ചിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന റോഡ് നമുക്ക് ബസ് റൂട്ട് തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി ലുക്കും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് വീടിന് ഒരു കണ്ടംപററി ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇത്തിരി കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നല്ല ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളും നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് വീട് പണിതിട്ടുള്ളത്. കാണുന്ന ഫ്രണ്ടേജ് നമുക്ക് റോഡ് സൈഡ് തന്നെയാണെങ്കിലും ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 400-450 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ കിടക്കാം. 4 സെൻറ്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മനോഹരമായൊരു കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടിന് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്പോട്ട് ലൈറ്റും അതുപോലെ ഗ്ലാഡിങ് ടൈൽസും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീടൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ കാണുന്ന വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫ്രണ്ടേജ് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റൊക്കെ നൽകിക്കൊണ്ടാണ് ഫ്രണ്ട് നമുക്ക് തീർത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് നമുക്ക് കടക്കുമ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടേജ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളാണ് വീടിന് കണ്ടംപററി ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്താണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് കൈവരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 8x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഔട്ട്ഡോർ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഔട്ട്ഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്താണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഈ ഒരു പോർഷൻ കവറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൂടാതെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മുഴുവൻ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ അടുത്തുള്ള ആ വിൻഡോ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വീടിനകത്തുള്ള എല്ലാ പണികളും നമുക്ക് തേക്കുഡിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തോട്ട് നമുക്ക് പോവാം. സിറ്റ് ഔട്ടിൽ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നല്ല വിശാലമേറിയ ലീവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ലീവിങ് ഏരിയ ഡയമെൻഷൻ 20x10 നമുക്ക് ലീവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാക്കിൽ വാൾ പാനൽ, പ്രൊഫൈൽ പാനലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരു TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങൾ നൽകിക്കൊണ്ട് പ്രൊഫൈൽ ചാനലൊക്കെ നൽകിക്കൊണ്ട് കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു ഷോക്കേസ് പോലത്തെ ഒരു ലൈറ്റ്, സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് ഒരു ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലീവിങ് ഏരിയയുടെ സ്പേസ് വരുന്നത്. 20x10 ലീവിങ് ഏരിയയുടെ ഡയമെൻഷൻ. നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് തേക്കുട്ടിൽ തന്നെ പണി കഴിപ്പിച്ച ഒരു പാർട്ടീഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. തേക്കുട്ടിൽ കംപ്ലീറ്റ് ചെയ്തൊരു പാർട്ടീഷനാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ. 18x16 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. പിന്നെ കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ ആ ഭാഗത്ത് കാണുന്നത് പോലെ തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും വ്യത്യസ്തമായിട്ടൊരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ തേക്കുഡിൻ്റെ ഒരു ബീം പോലത്തെ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്.
ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് പോർഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ വീടിൻ്റെ ഇലക്ട്രിസിറ്റി വരുന്ന 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ്. വി ഗാർഡിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ലീഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കും തേക്കൂട്ടിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മിറർ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന എല്ലാ വർക്കും നമുക്ക് തേക്കിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നേരെ നമുക്കിനി കിച്ചണിലോട്ട് പോകാം. കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ കിച്ചൺ മോഡലാണ് നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ മോഡലിൻ്റെ എൻട്രൻസ് മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കോക്രീ ഷെൽഫ് പോലത്തെ ഒരു മോഡൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഷോക്കേസ് മോഡൽ പോലത്തെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കിച്ചൻ്റെ ഫ്രണ്ടേജ് നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. 10x10 കിച്ചൻ്റെ ഡയമെൻഷൻ. അല്ല ഫ്ലോറിംഗ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫുള്ളും നമുക്ക് തേക്കൂട്ടിലാണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് മുകളിലും താഴെയുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു സ്മാർട്ട് സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ചിമ്നി ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭാഗത്ത് നമുക്ക് ചിമ്നിയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ ഭാഗം കവർ ചെയ്തിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ പണിതിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ ഡയമെൻഷൻ നമുക്ക് വരുന്നത് 8x6 ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗവും കവർ ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് മുകളിൽ താഴത്തെ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിലെ ഭാഗത്ത് നമുക്ക് ക്യാബിനറ്റ്സ് ഒക്കെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള വർക്കെല്ലാം തന്നെ തേക്കിൽ തന്നെയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, ഒരു ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു വർക്ക് ഏരിയ, അതുകൂടാതെ നമുക്കൊരു റൂമും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലിയ ഒരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂം പണിതിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു വാൾഡ്രോബ്സും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡ്രോബ്സാണ് പണിതിട്ടുള്ളത്. തേക്കിൻ തടിയിൽ തന്നെയാണ് വാൾഡ്രോബ്സ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് മുകൾ ഭാഗത്തേക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗെല്ലാം ചെയ്ത് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഒക്കെ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ മെറ്റീരിയൽസ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ളതാണ്. പോകുന്ന വഴിയിൽ തന്നെ കോർണറിൽ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയറിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഫർഗോള മോഡൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഏരിയ നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അതായിട്ട് നമുക്ക് വീടിനകത്ത് കാറ്റും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഒരു വഴി നമുക്ക് വരുന്നതാണ്. ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ഏരിയയും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 36x16 ഈ ഒരു ഹാളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
താഴത്തെ ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റും അതുപോലെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഷോക്കേസ് മോഡൽ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റും നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വാൾ പാനലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതും നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിങ് ഏരിയ, 3 ബെഡ്റൂം കൂടാതെ ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് ആ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വീടെല്ലാം പണി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. തേക്കിൻ തടിയിൽ തന്നെയാണ് ഈ ഒരു വാൾഡ്രോബ്സ് പണിതിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 12x12 വാൾഡ്രോബ്സും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ തന്നെയാണ് ഈ ഒരു വാൾഡ്രോബ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ ചെയ്തുകൊണ്ടുള്ള ഫോൾ സീലിംഗ് വർക്കും ഈ ഒരു റൂമിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം. 16x14 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു റൂമും കവറായിട്ടുള്ളത്. നല്ലൊരു വാൾഡ്രോബ്സും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം തേക്കിൻ തടിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ മുകളിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഒക്കെ വന്നുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. എല്ലാതും ചെയ്തതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ബാത്റൂം ഫിറ്റിങ്സ് ആയി ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പത്തിലും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. മെയിൻ ബാൽക്കണിയുടെ നമുക്ക് ഡയമെൻഷൻ വരുന്നത് 10x8 ഡയമെൻഷൻ വരുന്നത്. നമുക്കൊരു ഔട്ട്ഡോർ പ്ലാന്റൊക്കെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൈവരിയൊക്കെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാൽക്കണി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ പണിത ഒരു ജനൽ പാളിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നമുക്ക് കാറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു ചെറിയൊരു സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,10,00,000 തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.